നിസാർ സാറേ, ഞാൻ സംസാരിക്കാറുണ്ട് സാർ. 346 കോടി രൂപ ആ കാലത്ത് കുടിശ്ശിക വന്നു പറയുന്നത്. ഏത് ഗവൺമെന്റ് ഇറങ്ങുമ്പോഴും കുടിശ്ശിക ഉണ്ടാവും. കാരണം എന്താ, പേയ്മെന്റ് കൊടുക്കുന്നതിന്റെ ഒരു ഇത് വരും, ഡിലേ വരും. ഡിലേ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമായ ഡിലേ അല്ല, പേയ്മെന്റ് ബില്ല് എല്ലാം പാസ്സാക്കി പേയ്മെന്റ് കൊടുക്കുന്നതിന് വരും. അച്യുതാനന്ദൻ ഗവൺമെന്റ് മാറി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വരുമ്പോഴും ആ കുടിശ്ശികയുണ്ട്. അത് സാധാരണ ആ കുടിശ്ശിക കൂടി ചേർത്താണ് ഞങ്ങൾ പണം കൊടുത്തു വന്നിരുന്നത്. ഏതെങ്കിലും ഒരു മെറ്റീരിയൽ, ഏതെങ്കിലും ഒരു സാധനം 5 കൊല്ലം UDF ഭരിച്ചപ്പോൾ ഏതെങ്കിലും ഒരു നിത്യോപയോഗ സാധനം ഏതെങ്കിലും മാവേലി സ്റ്റോറിൽ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല സാർ. ഇപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത് സപ്ലൈയെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ കുത്തക കമ്പനികൾ ഇപ്പൊ ഇങ്ങോട്ട് വരുമെന്നാണ്. കുത്തക കമ്പനികൾ